ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊടുവായൂർ. ശരിക്കും കൊടുവായൂരിന്ന് എക്സാക്ട് പറയുകയാണെങ്കിൽ പല്ലശ്ശേന വാമല എന്ന് പറഞ്ഞിട്ട് പല്ലാവൂർ ഒരു മലയുണ്ട്. പക്ഷെ അതല്ലാതെ ഇവിടെ ഒരു വാമല അയ്യപ്പ ക്ഷേത്രം ഉണ്ട്. ഇത് എല്ലാ ദിവസവും തുറക്കുന്ന ഒരു ടെമ്പിൾ ഒന്നുമല്ല. ആക്ച്വലി കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ ശനിയാഴ്ചയും ബുധനാഴ്ചയും രാവിലെ തുറന്നു 9 മണിയാകുമ്പോഴത്തേക്ക് പൂജ കഴിഞ്ഞ് പോകുമെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ടെമ്പിൾ കണ്ടല്ലോ, വളരെ പഴയ ഒരു ടെമ്പിൾ ആണ്. എന്തുകൊണ്ടാണ് ഇത്ര ചെറിയ ടെമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ഒന്നും ഇതിനകത്തേക്ക് എത്തിക്കാൻ അത്ര എളുപ്പമല്ല. ഒരു മൊട്ട കുന്നിനകത്ത് കയറി വരാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ചെറിയ കുട്ടികളൊക്കെ കയറി വരുമായിരിക്കും. കുറച്ച് തടിയുള്ളവര്, കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവര്, അവർക്കെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതൊരു മോർണിംഗ് സൺസെറ്റ് അല്ലെങ്കിൽ സൺ റൈസ് പോയിന്റ് ആയിട്ട് നമുക്ക് പാലക്കാടുള്ള ഒരു പോയിന്റ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നു, സമയം 7:30. പക്ഷെ നല്ല കാറ്റ്, എന്റെ വോയിസ് നിങ്ങൾക്കതൊക്കെ അറിയാൻ പറ്റും. മനോഹരമായിട്ടുള്ള വെസ്റ്റേൺ ഗാർഡ്സ് ആണ് ആ സൈഡിൽ കാണുന്നത്. ആ വലിയൊരു നിര, നമ്മളിപ്പോ ഇവിടുന്ന് ആ വാളയാറ് പോകുന്ന അതുവരെയുള്ള നിര നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അമേസിങ്. ഹലോ ഗൈസ്, ഞങ്ങൾ ഫൈനലി ഇതിന്റെ മണ്ടയ്ക്ക് എത്തിയിരിക്കുകയാണ്. സൈഡൊക്കെ കാണാം. വലിയൊരു പാറയാണ്. അതിൻ്റെ മണ്ടയ്ക്കാണ് ഈ പല്ലശ്ശേന വാമല അയ്യപ്പൻ ക്ഷേത്രം. ശനിയാഴ്ചയും ബുധനാഴ്ചയും മാത്രമാണ് ഇവിടെ ഓപ്പണിംഗ് ഉള്ളത്. 9 മണിക്കുള്ളിൽ കാലത്ത് നടയടച്ച് പൂജാരി പുറത്തിറങ്ങും. ഞങ്ങൾ കിതയ്ക്ക് കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട. ഇറ്റ് വാസ് നോട്ട് ഈസി. ശരീരം ഇളകാതെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നന്നായി നടക്കും ഒക്കെ ചെയ്യുന്നവർക്ക് ഇത്രയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാവില്ല. നല്ല വൈബാണ്. സൺസെറ്റ് ആയാലും സൺറൈസ് ആയാലും രണ്ടും ഇവിടെ നിന്ന് കാണാൻ അടിപൊളിയായിരിക്കും. നോക്കുക, സൂര്യൻ ജസ്റ്റ് ഉദിച്ച് വരുന്നേ ഉള്ളൂ. കിഴക്കും വടക്കും തെക്കും ഒക്കെ മറന്നുപോയി പറയാം. അതാ ഒരു പരുന്ത് നമ്മളെ ചുറ്റി വട്ടോട്ട് പറക്കുന്നുണ്ട്. നമ്മളെ ചുറ്റിയിട്ടൊന്നും അല്ല, അതിനെന്തോ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആ കാണുന്നതാണ് അയ്യപ്പൻ്റെ ക്ഷേത്രം. അയ്യപ്പൻ പണ്ടത്തെ വലിയൊരു ട്രക്കിംഗ് വീരനായിരുന്നു. എവിടെ മല കണ്ടാലും പുള്ളിക്കാരൻ അതിൻ്റെ മണ്ടയ്ക്ക് കയറും. അതുകൊണ്ടാണ് അയ്യപ്പനെ ഫുൾ ടൈം മലയുടെ മുകളിൽ വെച്ചിരിക്കുന്നത് അമ്പലം. സാധാരണക്കാർക്ക് പറ്റൂല. അഡ്വഞ്ചറസ് ഹീറോ ആയിരുന്നു. കയറാനൊരു 15 മിനിറ്റ് അത്രയേ ഉള്ളൂ. പക്ഷേ കുറച്ച് കഷ്ടമാണ്. പാറ പൊട്ടിച്ച് ഒരു മലൻ്റെ പാതി എടുത്തു. ഭാഗ്യം. എനിക്ക് തോന്നുന്നു അയ്യപ്പനെയും വിഷ്ണുവിനെയും മുരുകനെയൊക്കെ ഓരോ മലയുടെ മുകളിലിട്ടിരിക്കുന്നത് ആ മല പൊട്ടിച്ചു എടുത്തുകൊണ്ട് പോയി ഇവന്മാർ വീട് വെക്കുന്നുള്ളത് കൊണ്ടായിരിക്കും. അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി വെച്ചതാണെന്ന് തോന്നുന്നു. കാടാണ് കേട്ടോ. ജണ്ടയുണ്ട് ചുറ്റും, കണ്ടില്ലേ ചെണ്ട. അപ്പോൾ ദാ ഈ സൈഡൊക്കെ നോക്കിയാൽ കാണാം, ഫുള്ള് കാടാ. ജഗതി പറഞ്ഞതുപോലെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. നല്ല കാറ്റുണ്ട്. എൻ്റെ സൗണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് അറിയില്ല. വാവ്.
അതെ അതെ ആ തന്നെയാണ് വഴി.